കൈമാൻ വർക്കിൻ്റെ 7ാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 6 പാർട്ട് വീഡിയോകളിലായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. കാണാത്തവർ പാർട്ട് 1 തൊട്ട് കണ്ടു തുടങ്ങാൻ ശ്രമിക്കണേ. നമുക്ക് ജോസ് കാപ്പൻ എന്ന പേരിൽ ഒരു ടെലഗ്രാം ചാനലുണ്ട്. അതിൽ ജോയിൻ ചെയ്താൽ നമ്മൾ ഇടുന്ന അപ്ഡേഷൻസ് കറക്റ്റായിട്ട് മിസ്സായി പോവാതിരിക്കാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അല്ലെങ്കിൽ യൂട്യൂബിൽ കറക്റ്റ് നോട്ടിഫിക്കേഷൻസ് വരണമെന്നില്ല. പരമാവധി നമ്മൾ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ ശ്രമിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് അത് കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്പെടും. ടെലഗ്രാം ആണെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോകളിലെ എല്ലാം ലിങ്ക് അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പം വീഡിയോസ് മിസ്സായി പോവാതിരിക്കാൻ അത് ഉപകരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇന്നത്തെ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം മക്കളെ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ 4 ചോദ്യങ്ങളാണ്. ഇതെല്ലാം 2024 ചോദ്യങ്ങളാണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ. ആദ്യം അറിയാവുന്നവരെന്ത് ചെയ്യുക, തന്നെ ചെയ്ത് നോക്കുക. കിട്ടുന്നുണ്ടെങ്കിൽ ടാറ്റ ബൈ ബൈ പറയുക, കിട്ടാത്തതിൻ്റെ എക്സ്പ്ലനേഷൻസ് കേൾക്കുക. ആദ്യത്തെ ചോദ്യം, 6 ആളുകൾ ഒരു ജോലി 10 ദിവസം കൊണ്ട് തീർക്കും. 6 ആളുകൾ ഒരു ജോലി 10 ദിവസം കൊണ്ട് തീർക്കും എങ്കിൽ ഒരാൾക്ക് ഈ ജോലി തീർക്കാൻ എത്ര ദിവസം വേണം? അല്ലേ, 6 ആളുകൾക്ക് 10 ദിവസമാണെങ്കിൽ ഒരാൾക്ക് എത്ര ദിവസം? 6 × 10 ഡിവൈഡഡ് ബൈ 1. ആൻസർ 60 ദിവസം വേണം. എത്ര ദിവസം വേണം? 60 ദിവസം. 6 ആളുകൾക്ക് 10 ദിവസം വേണമെങ്കിൽ ഒരാൾക്ക് 60 ദിവസം വേണം എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ സി ആണ്. N1 D1 = N2 D2. 6 ആളുകൾക്ക് 10 ദിവസം, ഒരാൾക്ക് എത്ര ദിവസം? 6 × 10 / 1 കേട്ടോ. അടുത്ത ചോദ്യം, 5 പുരുഷന്മാർ 3 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്തു തീർക്കും. 4 സ്ത്രീകൾ ഈ ജോലി 6 ദിവസം കൊണ്ടാണ് തീർക്കുന്നത് എങ്കിൽ 5 പുരുഷനും 4 സ്ത്രീകളും ഒരുമിച്ച് ചെയ്താൽ ഈ ജോലി എത്ര ദിവസം കൊണ്ട് തീരും എന്നതാണ് ക്വസ്റ്റ്യൻ. ശരി, 5 പുരുഷന് 3 ദിവസം, 4 സ്ത്രീക്ക് 6 ദിവസം. 5 പുരുഷനും 4 സ്ത്രീകളും ഒരുമിച്ച് എത്ര ദിവസം കൊണ്ട് തീർക്കും? പല രീതിയിൽ ചെയ്യാം. അതിലൊരു മെത്തേഡ് ഇതിൻ്റെ LCM കാണുക. LCM കാണുമ്പം LCM 6 എന്ന് കിട്ടും. അപ്പോൾ ആകെ ജോലി 6 ആണേ. 5 പുരുഷൻ്റെ എഫിഷ്യൻസി 6/3, അതായത് 2. 4 സ്ത്രീയുടെ എഫിഷ്യൻസി 6/6, അതായത് 1. അപ്പം 5 പുരുഷൻ്റെയും 4 സ്ത്രീയുടെയും കൂടെ എഫിഷ്യൻസി നമുക്ക് 2 1 3 കിട്ടും അല്ലേ. ഇവരുടെ എല്ലാം കൂടെ എഫിഷ്യൻസി 3 ആണെങ്കിൽ ഇവരെല്ലാം ഒരു ദിവസം 3 ജോലി തീർക്കുന്ന ആളാണെന്നല്ലേ അർത്ഥം. 6 ജോലി തീർക്കാൻ ഇവർക്ക് വേണ്ട സമയം 6/3, 2 ദിവസം. സിമ്പിളായിട്ട് വേഗത്തിൽ ചെയ്യാം. ഇതല്ലാതെ പല മാർഗ്ഗങ്ങളുണ്ട്. ഞാൻ എല്ലാം കൂടെ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഇത് നിങ്ങൾക്ക് ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു. 5 പുരുഷന് 3 ദിവസം വേണം, 4 സ്ത്രീക്ക് 6 ദിവസം വേണം. ആകെ ജോലി 6 ആണ്. ശരി, ഇനി 5 പുരുഷൻ്റെ എഫിഷ്യൻസി 6/3 2, 4 സ്ത്രീയുടെ എഫിഷ്യൻസി 6/6 1. അപ്പോൾ 5 പുരുഷൻ്റെയും 4 സ്ത്രീയുടെയും കൂടെ എഫിഷ്യൻസി 2 1 3. അതിൻ്റെ അർത്ഥം ഇവരെല്ലാം ചേർന്ന് ഒരു ദിവസം കൊണ്ട് 3 ജോലി തീരും. 6 ജോലി തീർക്കാൻ ഇവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടി വരുന്ന സമയം 6/3, 2 ദിവസം. ശരി, മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം, ഒരു ജോലി 20 ദിവസം എടുത്ത് പൂർത്തിയാക്കും. എയും ബിയും ഒരുമിച്ച് ആ ജോലി 12 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. അപ്പോൾ എയും ബിയും 12 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കും. ഒറ്റയ്ക്ക് 20 ദിവസം എടുത്താണ് ആ ജോലി പൂർത്തിയാക്കുന്നത്. ഒറ്റയ്ക്ക് 20 ദിവസം എടുത്ത് പൂർത്തിയാക്കും എങ്കിൽ ബി മാത്രമായി ജോലി തീർക്കാൻ എത്ര സമയം വേണം? ബിക്ക് തന്നെ ആ ജോലി തീർക്കാൻ എത്ര ദിവസം? എക്കും ബിക്കും കൂടെ മക്കളെ 12 ദിവസം, എക്ക് തന്നെ 20 ദിവസം, ബിക്ക് തന്നെ എത്ര ദിവസം? ഇങ്ങനെ വന്നാൽ ചെയ്യാനുള്ള ഇക്വേഷൻ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. x × y ഡിവൈഡഡ് ബൈ y മൈനസ് എക്സ്. ഓർക്കുന്നുണ്ടോ? എയും ബിയും ചേർന്ന് x ഡേയ്സ്, ഒറ്റയ്ക്ക് y ഡേയ്സ് എങ്കിൽ ബി ഒറ്റയ്ക്ക് ജോലി തീർക്കാൻ വേണ്ട സമയം x × y ഡിവൈഡ് ബൈ y മൈനസ് എക്സ്. അപ്പോൾ 12 × 20 ഡിവൈഡഡ് ബൈ y മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 8 എന്ന് കിട്ടും. 4 വെച്ച് വെട്ടിക്കളയുമ്പോൾ 2 തവണ, ഇത് 3 തവണ. ഈ 2ഉം 20ഉം വെട്ടിക്കളയാൻ 10. ആൻസർ 30 എന്ന് കിട്ടും. ആൻസർ 30. ആൻസർ ഓപ്ഷൻ സി ആണ് 30. ഓക്കെ അല്ലേ? ശരി, അടുത്ത ചോദ്യം, ജോൺ ക്യാൻ കംപ്ലീറ്റ് എ ജോബ് ഇൻ 8 hours. അപ്പം ജോണിന് ജോലി കംപ്ലീറ്റ് ആക്കാൻ 8 hours വേണം. സാറ ക്യാൻ കംപ്ലീറ്റ്
ദ സെയിം ജോബ് ഇൻ 12 അവേഴ്സ്. സാറയ്ക്ക് 12 അവേഴ്സ് വേണം. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇത് 8 അല്ല കേട്ടോ മക്കളെ, ഇത് 4 ആണേ. ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇത് 4 ആണേ. ഓക്കെ, അതൊന്ന് തിരുത്തിയേക്കുക. 4ഉം 12ഉം ആണ് കേട്ടോ. അപ്പോൾ ഇത് 4 ആണ്, മറക്കണ്ട. മറ്റേത് 12 ആണ്. എങ്കിൽ ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ദം ടു കംപ്ലീറ്റ് ദ ജോബ് ടുഗദർ? ഒരുമിച്ച് ജോലി തീർക്കാൻ എത്ര ദിവസം വേണം അല്ലേ? അപ്പം ഒരാൾ ജോണിന് 4 മണിക്കൂർ വേണം, സാറയ്ക്ക് 12 മണിക്കൂർ വേണം. ഒരുമിച്ച് ജോലി തീർക്കാൻ വേണ്ട സമയം ജോൺ പ്ലസ് സാറ, ഒരുമിച്ച് ജോലി തീർക്കാൻ വേണ്ട സമയം എക്സ് ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ. ശരിയാണോ? ഓക്കെ, അപ്പം 4 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 12 16. ഇതും വെട്ടിപ്പോവും. 4 12/4 3 മണിക്കൂർ എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അപ്പോൾ ആ ചോദ്യത്തിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്, മറക്കണ്ട. ജോൺ ക്യാൻ കംപ്ലീറ്റ് എ ജോബ് ഇൻ 8 അവേഴ്സ് എന്നല്ല, 4 അവേഴ്സ് എന്നാണ്. സാറ ഇൻ 12 അവേഴ്സ് എന്നാണ്. അപ്പോൾ 4 ഇൻറ്റു 12/4 പ്ലസ് 12 എക്സ് ഇൻറ്റു വൈ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൈ. ഒരുമിച്ച് ജോലി തീർക്കാനും വേണ്ട സമയം. എ ഒരു ജോലി എക്സ് ദിവസം കൊണ്ടും ബി അതേ ജോലി വൈ ദിവസം കൊണ്ട് തീർക്കുമെങ്കിൽ ഒരുമിച്ച് ജോലി തീർക്കാൻ വേണ്ട സമയം എക്സ് ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ. അപ്പം 4 ഇൻറ്റു 12 ഡിവൈഡ് ബൈ 4 പ്ലസ് 12 16. 12/4 3 മണിക്കൂറിന് ആൻസർ കിട്ടും. ചെയ്തത് ക്ലിയർ ആണല്ലോ അല്ലേ? ശരി, അപ്പം ഇന്നത്തെ ചോദ്യങ്ങൾ ക്ലിയറായി. എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു, ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എളുപ്പമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.